എല്ലാവരും നേരത്തെ വന്നു. എല്ലാവരുടെ അടുത്തും സോറി പറഞ്ഞ അകത്ത് കയറിക്കോ. How high are you? Hi. How are you? 9:52 in the morning. We are there. How are you now? So many people, so it's a lot, but they always jump the bus. What are we doing today? We are jumping 15,000. Perfect. Am I right? Yeah. Yeah. Nervous? Not nervous. Good. I just want to mark this day like blue skies of Beautiful. Sydney. Yes. Right, let's go do it then, yeah? All right. ചാടോ? കൊല്ലപ്പെടോ? ഇത് ചാടോ? Cool. The instructors are like 2 minutes away in the bus. They just come around the corner. So check out that. എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? As a Superman ready to fly today? കയറുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ലാസ്റ്റ് കയറുന്ന ആളാണ് ഫസ്റ്റ് ജമ്പ് ചെയ്യാൻ പോണേന്ന്. ഞാൻ വിചാരിച്ചു കയറുന്ന ഓർഡറിൽ തന്നെയായിരിക്കും ജമ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ചു. അതുപോലെ തിരിഞ്ഞിരിക്കുന്നത് ഫ്ലൈറ്റിന്റെ ബാക്കിലാണ് കോക്പിറ്റ് എന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കും ഫ്ലൈറ്റ് കുറെ നേരമായിട്ട് സുസ്മിയും പറയുന്നുണ്ട് ഇത് തിരിയാറായല്ലോ. നമ്മൾ കുറെ നേരം റിവേഴ്സ് അടിച്ചോണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാക്കിൽ കോക്പിറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെയാണെന്ന്. ഫുൾ ഫ്ലിപ്പായിരുന്നു സമയം. പിന്നെ ഏറ്റവും രസം ഏറ്റവും മേളിൽ ചെന്നിട്ട് ഞാനായിരുന്നു സെക്കൻഡ് ഇരുന്നത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവള് പോകുന്ന സമയത്ത് ലിറ്ററലി മറ്റേ മഞ്ഞബൽ ബോയ്സിലെ സുഭാഷ് പോയുടെ ആ സാധനമായിരുന്നു. അതായത് ഇങ്ങനെ നോക്കണു, അവളുടെ ഇൻസ്ട്രക്ടർ ഒരു പ്രാവശ്യം കണ്ണാടി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് ഇങ്ങനെ താഴേക്ക് ഒരു കണ്ണെടുത്ത് ഇറുക്കി നോക്കണം. അപ്പൊ വിഷൻ നോക്കി. അത് കഴിഞ്ഞ് രണ്ടാമത് അയാള് വിൻഡും പ്രഷറും മൊത്തം എങ്ങനെ ബ്ലോ ചെയ്യണമെന്ന് നോക്കി. പിന്നെ ഞാൻ കാണുന്ന ഒരു ഫ്ലിപ്പ് ഓഫ് എ സെക്കൻഡിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ കാറ്റ് കൊണ്ടുപോയി. സുഭാഷ് പോയിട്ട് ആ പ്രോസസ് ചെയ്യണ രണ്ടാമത്തെ സെക്കൻഡിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ എന്നെ പുഷ് ചെയ്തു. ഇൻസ്ട്രക്ടർ അല്ല, ടാൻഡം എന്നെ പുഷ് ചെയ്ത് ഫ്രണ്ടിലെത്തിച്ച് എന്നിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിന്റെ അടിയിൽ ഇങ്ങനെ കാല് മടക്കി വെക്കാൻ പറയുമല്ലോ, കാല് മടക്കി വെക്കാൻ പറയാൻ ഒരു കാല് മടക്കി വെച്ചപ്പോഴത്തേക്കും പുള്ളി ചാടി. പുള്ളിയാണെങ്കിൽ ഒരു തേങ്ങയും മിണ്ടത്തുമില്ല, എന്തൊക്കെയോ മറന്നുപോയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറ്റി ഭയങ്കര റൂക്കി കളിച്ച് എന്നെ ഒന്നാമതേ പേടിപ്പിച്ച് വെച്ചിരുന്നു. വള്ളിയൊക്കെ ഞാൻ മുറുക്കാൻ മറക്കാറുണ്ട്, ചിലപ്പോൾ 2-3 ഒന്നും മുറുക്കാറില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യൻ ഞാൻ നോക്കുമ്പം 2 സെക്കൻഡിൽ ചാടിയിട്ട് താഴത്തെ കാഴ്ചയല്ല ഞാൻ കാണുന്നത്. ഞാൻ സ്കൈ ഡൈവ് ചെയ്ത് ഫ്ലൈറ്റ് കണ്ടു, ഫ്ലിപ്പ് ചെയ്ത് ആകാശം കണ്ട് ഫ്ലൈറ്റും കണ്ടു കഴിഞ്ഞ് രണ്ടാമത്തെ സെക്കൻഡ് അയാൾ ഫ്ലിപ്പ് ചെയ്ത്. ഞാൻ സുസ്മിയുടെ ഇതിലായിരുന്നു. അപ്പൊ എല്ലാരും കേറിക്കൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറയണേ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ അവസാനം കേറിയിട്ടൊരു നിങ്ങൾക്കൊരു ഡോർ ഉണ്ടായിരുന്നല്ലോ, ഒരു പ്ലാസ്റ്റിക് വിൻഡോ, അതിന്റെ അടുത്താണ് നമ്മൾ ഇരിക്കണേ. അപ്പൊ നമ്മൾ നോക്കുമ്പോ കുറച്ച് കയറ്റി പോയിട്ട് ആ ഷട്ടർ അടയ്ക്കണില്ല, പ്ലാസ്റ്റിക് വിൻഡോ. ഞാൻ ചോദിച്ചത് തുറന്നടിച്ചിട്ട് നമ്മുടെ സിയുടെ സീനായിരുന്നു, ദൈവമേ. എന്നിട്ട് അവസാനം എത്തിയപ്പോ കുറച്ചായപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇരുന്നു. കുറച്ചായപ്പോൾ ഞാൻ കുറച്ച് സൈലന്റ് ആയി. ലൈക്ക് ആ മോടണോ വേണ്ടയോ എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ വന്നോ എന്നുള്ളൊരു തോട്ടിൽ നമ്മൾ അങ്ങനെ മേളിൽ എത്തി കഴിയുമ്പോൾ ഷട്ടർ തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ആക്ച്വലി ഭയങ്കര ഷാറ്ററിങ് ഫ്ലൈറ്റ് ആയിരുന്നു. ഒട്ടും കംഫി അല്ലാത്ത വിങ് ഒക്കെ ഇങ്ങനെ കിടന്ന് ഇളകുന്ന, നമുക്ക് ടർബുലൻസ് അകത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണ ഒരു മൂട്ടവണ്ടി എന്നൊക്കെ നമ്മൾ പറയാം. ഓട്ടോറിക്ഷയ്ക്ക് ചിറക് വെച്ച പോലത്തെ ഒരു ഫ്ലൈറ്റാണ്. പണ്ട് ലൈജു ചേട്ടൻ ഈ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെ ആമഡെയിലിൽ നിന്ന് ബ്രിസ്ബെയിൻ വരുമ്പം ഇതേപോലെ എയർപോർട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെയാണ്. എന്നിട്ട് ഇങ്ങനെ
ആൾക്കാരെ ബോഡി ചെയ്യുമല്ല, അവര് നേരെ ചെന്നിട്ട് ഫ്ലൈറ്റിന്റെ അവിടെ എത്തി കഴിയുമ്പോൾ ക്യൂ ചെയ്യുക, നമ്മൾ KSRTC കയറുന്ന പോലെ. എന്നിട്ട് ആൾക്കാരെ വിളിച്ച് കയറ്റി എല്ലാവരും കയറി കഴിയുമ്പം മറ്റേ കണ്ടക്ടർ വന്ന് കുറ്റിയിട്ടിട്ട് പിന്നെ എത്തിയാലും എത്തിയില്ല. അങ്ങനെ റെക്സിന്റെ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് ആമഡേലിയിൽ നിന്ന് പോരണം, അതേപോലത്തെ സെയിം ഫ്ലൈറ്റ്. അതായത് എനിക്ക് സുസ്മിക്ക് ഇപ്പം അതായത് നമുക്ക് പ്രിപ്പറേറ്ററി തരുവാ, നിങ്ങൾ ഏറ്റവും എക്സ്ട്രീമിലേക്കാണ് പോണേ. അതായത് ചിലപ്പോൾ നമ്മളിപ്പം സാധാരണ നമ്മൾ പോകുന്ന പാസഞ്ചർ ഫ്ലൈറ്റ്സിലൊക്കെ 737 പോയിട്ടാണ് ജമ്പ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര പാനിക്കാവും. എന്നുവെച്ചാൽ അത്രയും കംഫർട്ടിലിരുന്ന് വൺസ് ഡോറ് തുറക്കുമ്പോൾ ആ പ്രഷർ അടിച്ച് കയറിയാലേ. ഇത് നമ്മൾ ആ ഫ്ലൈറ്റ് ലിഫ്റ്റ് ചെയ്യും തോറും നമ്മളുടെ ചെവിയും നമ്മുടെ ഹെഡും അതിനനുസരിച്ച് പ്രഷർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളും കറക്റ്റ് ആ പ്രഷർ കൂടുന്നത് പോലെ തന്നെ നമ്മൾ ആ എൻവയറമെൻറ്റിൽ കൂടി തന്നെയാണ് പോണേ. കാരണം ഫ്ലൈറ്റ് സീൽഡ് അല്ല. അത് നല്ലതാ, പക്ഷെ എന്നാലും എനിക്ക് ഓൾമോസ്റ്റ് വെർട്ടിഗോ അടിച്ചായിരുന്നു. ഓൾമോസ്റ്റ് അതായത് ആ ചാടുന്ന മൊമെന്റിൽ നമുക്ക് ആകാശത്തുനിന്ന് നമ്മളിങ്ങനെ ചാടുമ്പോൾ നമുക്ക് പിടിക്കാനൊരു സ്ഥലമില്ല. ലൈക്ക് നമ്മുടെ പുറകിൽ ഒരാൾ ഉണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. എനിക്ക് ആ ഓർമ്മ ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്ത എനിക്ക് ബാക്കിൽ ഒരു ലോഡ് വെയിറ്റ് ഫീൽ ചെയ്തിട്ട് എന്റെ എക്സ്പീരിയൻസ് കട്ടാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ വൺസ് ആ ഒരു ഫ്രീ ഫാളിന്റെ 1.5 മിനിറ്റ്സ് ഞാൻ സ്വന്തമായിട്ട് ചാടിയ പോലെ തന്നെ എനിക്ക്. അതെ, നമ്മൾ ചാടുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ ഞാൻ ചാടി ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ ഓക്കെ ആളുണ്ട് എന്നുള്ളൊരു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി പറഞ്ഞപ്പോൾ ബെൽറ്റ് ടൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ടൈറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണോന്ന് അറിയില്ല, പാരച്യൂട്ട് ചെയ്തപ്പോൾ കാല് വേദനിച്ച്. എനിക്ക് പാരച്യൂട്ട് എക്സ്പീരിയൻസ് ഭയങ്കര ശോകമായിരുന്നു. എന്നുവെച്ചാൽ അത് എങ്ങനെയെങ്കിലും നിലത്തെത്തിയാൽ മതി എന്നൊരു ഫീലായി. മാന്യൂർ ചെയ്തപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു. അതായത് ഇത് വലിച്ചിട്ട്, അതായത് നമ്മുടെ കൺട്രോളിലാണ് ഇത് തിരിയുന്നേയും ചെരിയുന്നേയും പൊങ്ങുന്നേയും താഴുന്നേയും എന്നുള്ള സാധനം ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പുള്ളിയുടെ അടുത്ത് കുറച്ച് നേരം കൂടെ ആകാശത്ത് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായി തോന്നുന്നു എനിക്ക് ഓൾമോസ്റ്റ് വെർട്ടിഗോ ആയിരുന്നു. താഴെ എത്തിക്കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു സ്ട്രെസ് ഔട്ട് ചെയ്യണ്ട, പയ്യെ എണീറ്റാ മതി. അത് തോന്നല ആക്ച്വലി. അല്ല, പുള്ളി പറഞ്ഞു അവർക്ക് ഇത്രയും നാളെ എക്സ്പീരിയൻസ് ആവുമ്പം കാണുമ്പോൾ അറിയാലോ ഒരാളുടെ എന്ത് സിറ്റുവേഷൻ ആണ്. പുള്ളി എണീറ്റിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ആണ്, സ്റ്റാൻഡപ്പ് വെൻ യു റെഡി, എന്നിട്ട് നമുക്ക് ക്ലോസിങ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി കൈയൊക്കെ തന്നെ എനിപ്പിച്ച്. മനസ്സിലായി. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഇത്രയും എൻസൈംസ് ബ്രെയിനിലേക്ക് റഷ് ചെയ്തിട്ടേ രാവിലെ പ്രോട്ടീൻ പൗഡറും പ്രോട്ടീൻ ഷേക്കും സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റി മുട്ടയൊക്കെ അടിച്ച് കയറ്റി പോയതാ. ഒരു 10ാമത്തെ സെക്കൻഡ് ചാടി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്ന്. ഞാനൊന്നും കഴിക്കാതെയാ പോയെ. ലൈക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ മാക്കറികളൊക്കെ പറഞ്ഞു തന്നിട്ട് വിശക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടേ ഒരുത്തൻ അപ്പം തന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു എയർപോർട്ടിലേക്ക്. അപ്പോൾ ആ മാക്കറികളൊക്കെ പറഞ്ഞ് വിശക്കുന്നില്ല, കുഴപ്പമില്ല നമുക്ക് അവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി പാർക്ക് എവിടെയാന്ന് വെച്ചാൽ നിങ്ങളെന്താ കഴിക്കാൻ വേണ്ടിയില്ലേ എന്തൊക്കെ ചോദിച്ച് വെക്കത്തിനും വിശന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബ്രേക്ക് കഴിച്ചിട്ടാ പോയെ, എന്നാലും വിശന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ആ പ്രിപ്പറേറ്ററി ടൈം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അറിയാമെന്നുള്ള അഡ്വാൻറ്റേജ് എടുത്തത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മള് ഫുൾ സ്ട്രേഞ്ച് സിംഗിൾ പീപ്പിൾ ആണ്. അപ്പൊ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളതങ്ങ് ഒരു സ്ട്രേഞ്ച് ആൾക്കാരോട് നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ലൈക്ക് അല്ല അത് ശരിയാ, അഡ്വഞ്ചർ അതായത് വൺ സിംഗിൾ തന്നെ പോകുമ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. അതായത് നമുക്ക് ഇപ്പം പേടിയാണെങ്കിൽ പോലും സംസാരിച്ച് ശരിയാക്കാൻ വേറൊരാളില്ല, നമ്മളെ നോർമലൈസ് ചെയ്യാൻ നമ്മൾ തന്നെയുള്ളൂ. അത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഒത്തിരി പാനിക് ചെയ്യാത്ത ഒരാളാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയി ചെയ്യുന്നത് ഭയങ്കര ഫണ്ണായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ലൈക്ക് കൂടുള്ള പാനിക് ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് നമുക്കൊരു ഉറപ്പ് വേണം. അതാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പഠിക്കുന്നത്. സമൂഹത്തില് മറ്റുള്ള ആൾക്കാരോട് കുറെ അറിയാവുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ എപ്പോഴും പോയാൽ നമ്മളെപ്പോഴും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യില്ല. നമ്മളെപ്പോഴും അവരുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കൺസീൽഡ് ആയിട്ട് നിൽക്കും. ആകെ ഈ ഒരൊറ്റ സിനാരിയേ ഉള്ളൂ, നമ്മൾ പാനിക് ആയിട്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് മതി. What was the best part, the free fall or the parachute? The free fall. The free fall? Oh my god! What was the worst part? Me, the Irish guy? No, just finishing it off in just few minutes. Oh yeah, I know. Yeah. Like it was the best. What's the best part? I was scared of heights and I was not scared this time. I think because he was with me. Really well. Yeah.
Oh, wonderful. You like it? I love it. What's your favorite part, the free-fall or the canopy? The free fall. Yeah, you like it? Fall is the best. You ready for the next one? Yeah, I am. Absolutely, I am. Welcome to Skydive, brother. തലയൊന്നും നേരെ നിൽക്കണല്ല. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു? Every dollar worth, every dollar. ഫ്രീ ഫാള് ഒരു മിനിറ്റ് കൂടുതലുണ്ടായിരുന്നു. ഞാൻ കേട്ടേക്കുന്നതൊക്കെ ആൾക്കാർ നേരെ തിരിച്ചാ പറയണേ, അത് 10 സെക്കൻഡ് 15 സെക്കൻഡ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ എന്നാണ്. എക്സ്റ്റൻഡ് ടൈം ആയിട്ട് അടിച്ചത് ഇത് പെട്ടെന്നും തീരില്ല. ഫസ്റ്റ് ഡ്രോപ്പ് അല്ലേ? അതായത് അൺകൺട്രോൾഡ് ആയിട്ട് താഴേക്ക് എവിടെ ഏതോ ഒരു രീതിയിൽ താഴേക്ക് വരും. അത് കിട്ടില്ലായിരുന്നു. ഭയങ്കര തണുത്ത കാറ്റ്, ചെവിയിൽ ഇങ്ങനെ കാറ്റടിച്ച് കയറുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്തായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് അഡ്രിനൽ റഷ് ആയിരുന്നു, ആ തണുപ്പേ ഫീൽ ചെയ്തില്ല. മാൾട്ടിയുടെ ഫേവറേറ്റ് പാട്ട് ഏതാ? ഇതുപോലെ ഈ ഫ്രീ ഫോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. പുള്ളി റെഡി ആണോന്ന് പോലും ചോദിക്കണല്ലോ, പുള്ളി എടുത്ത് കൈ ചേട്ടയുടെ ഫേവറേറ്റ് പാട്ട് ഏതായിരുന്നു? എനിക്ക് ഇവൻ പറഞ്ഞ പോലെ ഡ്രോപ്പ് പോലെ അല്ല ഫീൽ ചെയ്തത്. എനിക്ക് താഴേക്ക് സ്പീഡിൽ അങ്ങ് പറക്കണ പോലെ ഫീൽ ചെയ്തത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, പോവാ. അല്ല, ഹൈ സ്പീഡില്. എനിക്ക് തോന്നുന്നു എനിക്ക് ഫേവറേറ്റ് പാട്ട് ലൈക്ക് ഡെഫിനറ്റ്ലി ഫോൾ ഇഷ്ടപ്പെട്ടു. കണ്ടപ്പം ബാക്കിലേക്ക് കാല് വെക്കാൻ പറഞ്ഞല്ലോ. കാല് ഒരെണ്ണം മുന്നേ അവിടെ ഇവൻ അങ്ങനെ ഇങ്ങനെ നിന്ന വഴി പുള്ളി എടുത്ത് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ഇങ്ങനെ ആദ്യം കണ്ടേ, എന്നിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലിപ്പായി. അല്ലല്ല എന്റെ എങ്ങനെയായിരുന്നു അറിയോ? എന്നെ ഇങ്ങനെ സൈഡ് കറിഞ്ഞേക്കാലോ, അപ്പൊ പുള്ളി ഇങ്ങനെ ചെരിഞ്ഞു തണുപ്പ് നോക്കാൻ. റിയാലിറ്റി റിയലൈസ് ചെയ്ത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ മറ്റേ എനിക്ക് പക്ഷെ സുസ്മയുടെ കാണാൻ പറ്റും. സുസ്മയുടെ ഒരു കൈ മാത്രം The best feeling ever. എന്തായിരുന്നു? Living life. After all this, what we are going to do next? ഞാൻ ഓൾറെഡി ചെയ്തേക്കുന്നത് ബഞ്ചി ചെയ്യണം. അപ്പൊ നീ വരണ്ട, ഇച്ചിരി അങ്ങോട്ട് മാറിയുന്നു, ഞങ്ങള് ഇച്ചിരി അങ്ങോട്ട് മാറിയുന്നു.